ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്ന വിശ്വസിക്കട്ടോ. അപ്പം ഇന്നത്തേതാ നമ്മളെ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങൾ, പിന്നെ നമ്മൾ ബീഫ് അച്ചാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായി കേട്ടോ. അതിൻ്റെ റെസിപ്പീസ് ഒക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ബീഫ് അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മളും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പം ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പം ആദ്യം തന്നെ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം അല്ലാതെ റെഡിയാക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ. നേരിട്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്ത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചിന് ഒന്ന് വേവിച്ചിട്ട് പൊരിച്ച് വെക്കുക. അപ്പം അഥവാ വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം കുക്കറിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടാട്ടോ പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പം കുക്കറിലൊക്കെ സെറ്റാക്കി വേവിച്ചൊക്കെ എടുത്ത് പിന്നെ ഇതേപോലെ ചെറിയ പീസാക്കി ചെറിയ പീസാക്കി കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയിൽ നല്ലോണം ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ അപ്പോൾ നല്ലോണം നെരിച്ച് പൊരിക്കേണ്ട കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോയാൽ നമ്മൾ അച്ചാർ കേൾക്കുന്ന സമയത്ത് കുറച്ചൊരു ഉറപ്പുള്ള പോലെ ഉണ്ടാവും ബീഫ്. അപ്പോൾ നല്ലോണം റെഡിയാക്കി എടുത്തപ്പോൾ നമുക്ക് തോന്നിയത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല രസമുണ്ട്. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനെ കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ടായിന്. ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കഴിച്ചാലും വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുമ്പോൾ വേറെ രസമല്ലേ. അതും ചെറിയ ഇതേപോലെ പീസാക്കിയിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഏതായാലും മനസ്സിലിങ്ങനെ വിചാരിച്ചു പോയല്ലേ, അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പം ആദ്യം തന്നെ നല്ലെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ നല്ലെണ്ണ കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ചേർത്തെടുക്കുക. വെളുത്തുള്ളി മുഴുവനായിട്ടോ അങ്ങനെ എന്തോ കേട്ടോ എടുത്തിട്ടുണ്ടതിന്. അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതുകൊണ്ട് തന്നെ ആരെങ്കിലും കൂട്ടുമോ ഇനിയിപ്പം ടേസ്റ്റ് ഉണ്ടാവുമോ ഒന്നും അറിയില്ലല്ലോ നമുക്ക്. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് കുറഞ്ഞ അളവിൽ ബീഫ് എടുത്തിട്ട് കുറഞ്ഞ അളവിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ടാട്ടോ ടൈ ആക്കിയിട്ടുണ്ടതിന്. പിന്നെ ഇഞ്ചി കുറച്ചൊരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് അങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പം അത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ പച്ചമുളക് കേട്ടോ ചേർത്തെടുത്തിട്ടുണ്ടതിന്. പച്ചമുളക് കുറച്ച് കൂടുതൽ അളവിൽ അങ്ങനെ എടുത്തിട്ടുണ്ടായിന്. ഒരു 10 പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ടായിന്. വീഡിയോയിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുന്ന പോലെ തോന്നാം കേട്ടോ. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കേട്ടോ പച്ചമുളക് ചേർത്തെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒന്ന് വാടി വന്ന സമയത്താട്ടോ പച്ചമുളക് ചേർത്തെടുത്തിട്ടുണ്ടായിന്. പച്ചമുളക് ചെറുതായിട്ട് അങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്തെടുത്താൽ തൊട്ടപ്പുറത്ത് വേറെയും കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു വൈകുന്നേര സമയമാണെങ്കിലും ചിലരൊക്കെ കുറച്ച് ലേറ്റായിട്ടൊക്കെ എത്തുക ചോറ് കഴിക്കുക. അപ്പം ഓർക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത്. ഇനിയിപ്പം ഇതിലേക്ക് ബീഫാണ് കേട്ടോ ചേർത്തെടുക്കണേ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫില്ലേ, അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം അങ്ങനെ ചേർത്തെടുക്കുക. ഇതിലേക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മളിപ്പോൾ വേറെ അച്ചാറൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഉലുവയും കടുകും ഒക്കെ പൊടിച്ച് ചേർക്കുക, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ചേർത്തെടുക്കലില്ലേ. ഇതിലേക്ക് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറഞ്ഞ ഐറ്റംസ് മാത്രം വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു അച്ചാറായിരുന്നു ഈ ബീഫ് അച്ചാർ. അപ്പം ബീഫൊക്കെ ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്തെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അളവിലൊക്കെ കേട്ടോ മുളക് പൊടി ചേർത്തിട്ടുണ്ടതിന്. ഒരുപാട് എരിവ് വേണ്ട. നമ്മൾ പച്ചമുളക് തന്നെ കുറച്ച് കൂടുതൽ അളവിൽ അങ്ങനെ ചേർത്തെടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പം മുളക് പൊടിയും കൂടി ആകുമ്പോൾ ഭയങ്കര എരിവാകുമല്ലോ. ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ ചേർത്തെടുത്തിട്ടുണ്ടതിന്. അങ്ങനെ മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്നും കൂടി അങ്ങനെ ഇളക്കി കൊടുത്ത് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ ചേർത്തെടുക്കുന്നത്. അത് കുറച്ച് കൂടുതൽ അളവിൽ അങ്ങനെ ചേർത്തെടുത്തിട്ടുണ്ടായിന്. അപ്പം നല്ല കളറൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കേട്ടോ അത് കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ ചേർത്തെടുത്തിട്ടുണ്ടായിന്. അപ്പം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേറെ അങ്ങനെ കുറേ പരിപാടികളും പണികളും ഒന്നും ഇതിലേക്കില്ല കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് എസൻസ് സുർക്ക ചേർത്തെടുത്തിട്ടുണ്ടായിന്.
അപ്പം ചിലരൊക്കെ സുർക്ക ചേർക്കാതെയും അച്ചാർ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ടായി. നമ്മളിപ്പം അച്ചാറിൻ്റെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എങ്ങനെയായാലും സുർക്ക കുറച്ചെങ്കിലും ചേർത്തെടുക്കണ്ടേ, അല്ലെങ്കിൽ ശരിക്കും നമ്മളൊരു ബീഫൊക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതലല്ല എന്നാലും കുറഞ്ഞ അളവിൽ സുർക്ക ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ അച്ചാർ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് അധികമായിട്ട് വെള്ളമൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കുറച്ച് ചൂടുവെള്ളമല്ലേ, അത് കുറഞ്ഞ അളവിൽ, ഒരുപാടൊന്നുമില്ല കേട്ടോ, കുറഞ്ഞ അളവിൽ അങ്ങനെ ചേർത്തെടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇതാ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് അങ്ങനെ ചേർത്തെടുക്കുക. ഉപ്പ് നേരത്തെ നമ്മൾ ബീഫിൽ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്തെടുക്കാൻ. ഒരുപാട് ഉപ്പായി പോയാൽ ഉപ്പിങ്ങനെ കുത്തുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമ്മളെ പാകത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ഇല്ലേ, അതാണ് കേട്ടോ ചേർത്തെടുക്കുന്ന. ഒരു ടേബിൾ സ്പൂൺ അളവിൽ അങ്ങനെ അതും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പം എസൻസ് സുർക്ക അവസാന സമയത്ത് ചേർത്തെടുത്തിട്ടുണ്ടായിട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഇതിന് മിസ്സായിപ്പോയെന്നറിയില്ല, ഇപ്പം നോക്കുന്ന സമയത്ത് കാണില്ല കേട്ടോ. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ അച്ചാർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് നോക്കാനൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കേട്ടോ നമ്മളങ്ങനെ നോക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതാ അച്ചാറൊക്കെ റെഡിയായി. നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചതാണ്. കാണാൻ നല്ല മുഞ്ചുണ്ടായി കേട്ടോ നമ്മൾ ഈ ഒരു അച്ചാർ. അപ്പം ഇതിലേക്ക് കുറഞ്ഞ അളവിൽ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമല്ലേ, അതങ്ങനെ കുറഞ്ഞ അളവിൽ, ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു 1/4 ഗ്ലാസ് അളവിലോ അങ്ങനെ എന്തോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള അച്ചാറും കൂടെ അങ്ങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചതാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിച്ചു വെക്കുന്ന സമയത്തും ഉണ്ടാക്കുമ്പം ആരും കഴിക്കൂലേ, ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്നൊക്കെ തോന്നിയാലും അത് ഇട്ട് 2-3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് സംഭവം അടിപൊളിയേനു. അങ്ങനെ അച്ചാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതവിടെ അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ആ ഒരു സമയത്താണ് ഐബു ഫ്രിഡ്ജിൽ നിന്ന് കാടമുട്ട വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിന്. അതങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാടമുട്ട. അങ്ങനെ പറയുന്ന ആവേശമൊന്നും ഉണ്ടാവില്ല, 1-2 അങ്ങനെ കഴിക്കുള്ളൂ. അപ്പം ഓനെടുത്ത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്കും കൂടെ അങ്ങനെ റെഡിയാക്കി എടുക്കുക, എല്ലാവർക്കും കൂടെ വൈകുന്നേരം ചായക്ക് അങ്ങനെ ഉണ്ടാക്കാമല്ലോ. ഏതായാലും ഓനക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 10-15 എണ്ണം എടുത്തിട്ട് അങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ അതാ നമ്മൾ മുട്ടൊന്ന് വേവിക്കാൻ വേണ്ടി ഗ്യാസിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിന്. അതിപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ കാത്തു നിന്നിട്ടുണ്ടായിന്. ഓന് വിചാരിച്ചിട്ടുണ്ടായിന് സാധാരണ നമ്മൾ ഓനക്ക് ഇങ്ങനെ തൊലിച്ച് കൊടുക്കലല്ലേ, അപ്പം നേരെ തന്നെ ഇങ്ങനെ തൊലിച്ച് കൊടുത്ത് കഴിക്കാൻ പറ്റുന്നതോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേവിക്കാൻ വെച്ചപ്പം കുറച്ച് നേരമൊക്കെ അതങ്ങനെ നോക്കിന്ന് ഓൻ്റേതായ ഓരോ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിന്. ആ മുട്ടൊക്കെ വെന്ത് നമ്മൾ എടുത്തതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാട്ടോ നമ്മൾ തൊലിച്ചെടുക്കുന്നത്. നമ്മൾ തൊലിക്കാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഐബും അമ്പിലും ഒക്കെ വന്നിട്ടുണ്ടായിന്. ഐബാണ് കേട്ടോ ആദ്യം കയറി വന്ന്. ഓന് കുറേ നേരമായല്ലോ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാത്തിക്കണേ. അപ്പം ഓനക്ക് നമ്മൾ ചെയ്യണ കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായിട്ട് ഓനും കൂടി തരാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. ഓനോട് പറ്റുന്ന പോലെ ചെറുതായിട്ട് ഇങ്ങനെ തൊലിച്ചെടുക്കണ്ടായിന്. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് അതേപോലെ അങ്ങനെ ടേബിളിൽ ഇങ്ങനെ തട്ടി ഓനും ഇങ്ങനെ തൊലിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയിലാണ് അമ്മിൽ വന്നിട്ടുണ്ടായിന്. ഓക്കും ഒരു കൗതുകം തോന്നിയിട്ട് ഓളും നമ്മളെ കൂടെ കൂടിയിട്ടോ. എല്ലാവരും കൂടിയതുകൊണ്ട് തന്നെ മുട്ടൻ്റെ പരിപാടി വേഗത്തിൽ അങ്ങ് തീർന്നിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ വേഗത്തിൽ തന്നെ മസാലേൻ്റെ പരിപാടികൾ നോക്കുകയാണ്. വെളിച്ചെണ്ണയിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർത്തെടുക്കാനൊന്നുമില്ലല്ലോ. മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും മല്ലിയും കുറഞ്ഞ അളവിൽ ചേർത്തിട്ടുണ്ടായിന്. പിന്നെ ഉപ്പിട്ട്
നമ്മളെ മുട്ടയും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗത്തിൽ അങ്ങ് മസാലയൊക്കെ കരിഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ, നമുക്ക് ആ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ കാടമുട്ടയും കൂടി ഇട്ട് ഒക്കെ സെറ്റാക്കിട്ടോ. അയ്യൂന് ഇങ്ങനെ എരിവ് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളറിൽ കണ്ടാൽ ചിലപ്പം കഴിക്കില്ല. അപ്പം ഓനക്കുള്ളത് അല്ലാതെ തന്നെ അങ്ങനെ മാറ്റി വെച്ചതാണ്. ഓനതാ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കാട്ടോ. അതാ നമ്മളും എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ ഇരിക്കുന്നു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. ഓൻ നമ്മളിങ്ങനെ അടുത്തിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ വേഗത്തിൽ അങ്ങനെ കഴിച്ചോളും. നല്ല കുട്ടിയായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ ഓന് കഴിച്ചോളൂ കേട്ടോ. രണ്ടെണ്ണമൊക്കെ കഴിച്ചപ്പോഴേക്കും ചെറിയ മടുപ്പൊക്കെ വന്നു. അതിപ്പോൾ പറയുന്നൊരാവേശം ഉണ്ടാവില്ലല്ലോ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണാനും അതിൽ കൂടാനൊക്കെ അല്ലേ ഒന്നും കൂടെ ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളും ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അച്ചാറില്ലേ, അപ്പം അതിൻ്റെ ഓരോ പരിപാടികൾ നോക്കുക. അത് നല്ലോണം ചൂടാറിയിട്ടുണ്ടായിന്. അപ്പം അത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രസമുണ്ടായിന് കേട്ടോ. നമ്മളിപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയാലും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നെ ഏതച്ചാറായാലും നമ്മൾ ഉണ്ടാക്കി 2-3 ദിവസം കഴിയുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഇപ്പം ഞാനിപ്പോൾ അച്ചാർ 2-3 ദിവസമായിട്ടോ നമ്മളിപ്പോൾ അതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന. അച്ചാറൊക്കെ നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒരു ബോട്ടിലേക്ക് അങ്ങനെ മാറ്റി കൊടുക്കുക. അമ്മലും അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കാണാം കേട്ടോ, എന്താ ചെയ്യുന്നത് ആക്കണേ ഒക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാനും വേണ്ടാണോ എന്നുള്ള ഒരു ഇതിലാട്ടോ ഇങ്ങനെ നിൽക്കണേ. ചെറുതായിട്ട് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ അളവിൽ ഇത് നമ്മളങ്ങനെ മാറ്റി വെക്കാനും നമ്മളിപ്പം സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ചെറിയൊരു ഇതുണ്ട്, അതിലേക്കും കൂടെ അങ്ങനെ മാറ്റി വെക്കാന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടതിന്. അപ്പോൾ ബാക്കിയുള്ളതുള്ള ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ഡെയിലി എടുക്കുന്ന അച്ചാറുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ വേഗത്തിൽ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇതിലാട്ടോ ഇട്ട് വെക്കൽ. അപ്പം അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കുക. ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് കൊണ്ട് വെച്ച് അങ്ങനെ എടുക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളത് ഇതിലേക്കാട്ടോ ചേർത്തെടുക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ മറ്റൊരു വീഡിയോസോ വ്ളോഗ്സോ റെസിപ്പീസോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.